പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ചരിത്രം പറയാറുണ്ട്. ഒരിക്കൽ മദീനയുടെ അടുത്ത പ്രദേശത്ത് ഒരു യാത്രാ സംഘം വിശ്രമിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറെ പ്രത്യേകതയുള്ള ഒട്ടകമുണ്ടായിരുന്നു. സമീപത്തോടെ നടന്നുപോയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒട്ടകത്തെ വലിയ ഇഷ്ടമാകുന്നുണ്ട്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഘത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവരോട് വില ചോദിക്കുന്നുണ്ട്. വില കേട്ട സമയത്ത് പ്രവാചകരുടെ കയ്യിൽ കൊടുക്കാൻ പണമുണ്ടായിരുന്നില്ല. പ്രവാചകർ അവരോട് താൻ വീട്ടിൽ പോയി പണം എടുത്തു വരാമെന്ന് പറയുന്നതും അത് കേട്ട് അവർ പ്രവാചകർക്ക് ആ ഒട്ടകത്തെ നൽകുന്നുമുണ്ട്. പക്ഷേ ആ ഒട്ടകത്തെ വാങ്ങിയത് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നത് ആ സംഘത്തിന് അറിയില്ലായിരുന്നു. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്തിനായിരുന്നു നാം ഒട്ടകത്തെ ആ ഒരു ആൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്? ഒരു പരിചയവുമില്ലാത്തൊരു വ്യക്തിക്ക് നാം എങ്ങനെയാണ് നമ്മുടെ വിലപ്പെട്ട ഒട്ടകത്തെ നൽകുക? അദ്ദേഹം ആ ഒരു ഒട്ടകത്തിന് വില തന്നില്ലെങ്കിലോ എന്നൊക്കെ പല ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു കൂട്ടത്തെ ഒരു സ്ത്രീ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വൈകുന്നേരമാകുന്ന സമയത്ത് ആ ഒരു സംഘത്തിൻ്റെ അടുക്കിലേക്ക് പ്രവാചകർ ചെന്നുകൊണ്ട് ആ ഒരു ഒട്ടകത്തിൻ്റെ വില നൽകുന്നുണ്ട്. കൂടാതെ ആ ഒരു സംഘത്തെ തൻ്റെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ വിളിക്കുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ തന്നെ നല്ല സൽക്കാരം നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കുന്നുണ്ട്. സത്യസന്ധതയും വിനയവും നിറഞ്ഞ ഈ ഒരു പെരുമാറ്റം നമുക്കേവർക്കും ഒരു മാതൃകയാക്കി മാറട്ടെ.